ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ ടു എവരി വൺ. അപ്പോൾ നമുക്കിതറിയാം, HSC ഇംഗ്ലീഷ് സിലബസിന് വേണ്ടിയിട്ട് HSC ഇംഗ്ലീഷ് നമ്മുടെ കേരള PSC നടത്തുന്ന HSC ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള സിലബസാണിത്. ഓഗസ്റ്റ് 20-നാണ് നമുക്ക് എക്സാം എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ടിപ്സും കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ, യൂട്യൂബ് ചാനൽ അൺലീഷ് യുവർ ഇംഗ്ലീഷ് എന്നുള്ളത് HSC ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം എല്ലാ ജില്ലയിലും ഏകദേശം 500,000-നടുത്ത് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് HSC ഇംഗ്ലീഷ് സിലബസ് എങ്ങനെ ഈ ചെറിയ ടൈമിനുള്ളിൽ കവർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. സിലബസിൽ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് എന്താണ്? റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് അല്ലേ? അത് 5 മാർക്കിനാണ് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് നമുക്ക് വരുന്നത്. പിന്നെയുള്ളത് ജനറൽ നോളജ് എന്ന് പറഞ്ഞിട്ട് കറണ്ട് അഫെയർസും ജനറൽ നോളജൊക്കെ വെച്ചിട്ട് 10 മാർക്കിനാണ് വരുന്നത്. പിന്നെ പാർട്ട് 2 ആയിട്ട് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷിൻ്റെ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 5 മാർക്കിന് ചോദിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ BEd വൈസ് ഉള്ള ടോപ്പിക്കാണ്. പിന്നെയുള്ളതാണ് പോംസ് ഉണ്ട്. നമുക്ക് 23 പോംസാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 പാർട്ട് 3-ലെ മൊഡ്യൂൾ 1-ൽ പോംസാണ് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2 ഡ്രാമയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൊഡ്യൂൾ 3-ൽ പ്രോസ് ആൻഡ് ഫിക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിതൊക്കെ എങ്ങനെ കവർ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ അടുത്തത് മൊഡ്യൂൾ 4-ൽ ലിറ്റററി ക്രിറ്റിസിസം വരുന്നുണ്ട്. മൊഡ്യൂൾ 5-ൽ നമുക്ക് പഠിക്കാനുള്ളത് ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ്, അതുപോലെ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മൊഡ്യൂൾ 6-ൽ മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് കറക്ഷൻ, ഗ്രാമർ ഏരിയാസാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട്. പിന്നെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്, മൊഡ്യൂൾ 8 ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. ഇത്രയും ഏരിയാസാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ വളരെ ചെറിയ സമയം മാത്രമേ ഉള്ളൂ. കുറേ ആൾക്കാർ വളരെ വറീഡായിരിക്കും, എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം, എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നൊക്കെയുള്ള വളരെ ടെൻഷനിലായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മുന്നിൽ ആമ്പിൾ ടൈം ഉണ്ട് അല്ലേ? നമുക്ക് അത്രയും ടൈം ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ജൂലൈ കംപ്ലീറ്റ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ മന്ത് ഇനിയൊരു 8 ഡേയ്സ് ഇനിയും ഉണ്ട് നമുക്ക്. പിന്നെ ഓഗസ്റ്റിൽ 19 ഡേയ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും ഡേയ്സ് കൊണ്ട് എങ്ങനെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഈ ചാനൽ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജൂലൈ ഒരു പകുതി ആകുമ്പോഴേക്ക്, അതായത് 20th ആകുമ്പോഴേക്ക് നമുക്ക് സിലബസ് തീർത്ത് പിന്നെയെല്ലാം വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം എല്ലാ നോവലിൻ്റെയും അതുപോലെ തന്നെ പോമത്തിൻ്റെയൊക്കെ തീം നമുക്കറിയായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ മാക്സിമം MCQ വർക്കൗട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇതാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്നറിയാം.